ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരെല്ലാം വ്യത്യസ്ത തലത്തിലാണെന്ന് തിരിച്ചറിയാതെ എല്ലാവരും എന്നെ പോലെ ചിന്തിക്കണം എന്ന് ചിന്തിക്കുന്നിടത്താണ് മൈത്രേയൻ്റെ കുഴപ്പം. അതുകൊണ്ട് ഇപ്പം എന്താ? ഇപ്പം അദ്ദേഹം ജനകീയ കോടതിയിൽ വന്ന് ചർച്ചയ്ക്ക് ഇരുന്നു. ഒരു ഇച്ചിരി മയക്കുമരുന്ന് അടിച്ചിട്ട് വന്ന് ചർച്ചയ്ക്ക് ഇരിക്കാൻ ചോദിക്കും പുള്ളിയെടുത്ത്. ഹാഷ്മിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് മൈത്രനെ അവിടുന്ന് പൂട്ടിക്കെട്ടിയാൻ പറഞ്ഞു വിട്ടാണ്. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. ഒലത്തും കലക്കൊന്ന് പറഞ്ഞതാ. ഹാഷ്മിക്ക് കൗണ്ടർ സംസാരിക്കാൻ അറിയാത്തതിൽ പറ്റിയ പാളിച്ചയാണ്. ഇത് കൈകാര്യം ചെയ്യണം. അവൻ അത്ര വലിയ കമ്മീഷനാണ് നോക്കണ്ട. ഇയാളുടെ ഓരോ കാര്യം പറഞ്ഞാൽ ഞാൻ പറയാം കേട്ടോ, ഞാൻ മറന്നു പോയിട്ടുള്ളത്. ഇങ്ങനെ കുറേ വിവരക്കേടുകൾ വെച്ച് കത്തിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ല. അതിർത്തികളില്ലാത്ത ലോകത്തെ കുറിച്ച് പുള്ളി സ്വപ്നം കാണുന്നുണ്ട്. അപ്പം പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്, ഇവിടെ യുദ്ധങ്ങളെ നമ്മുടെ തിരുവിതാംകൂർ ഒന്നിച്ചില്ലേ, മറ്റേത് ഒന്നിച്ചില്ലേ, കൊച്ചി ഒന്നിച്ചില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു സംഭവം തന്നെ അല്ലയോ. പിന്നെ പുള്ളിയുടെ വീട്ടിൽ മതിലുണ്ട്. ലോകത്ത് അതിർത്തികളൊക്കെ ഇല്ലാതാവണം, പക്ഷെ സ്വന്തം വീട്ടിൽ മതിൽ കിട്ടി വയ്ക്കും. അതല്ല, മൈത്രേയൻ ഇപ്പോഴും ദൂരദർശനിലെ സീരിയലിൽ നിൽക്കുക. കാര്യം പുള്ളി പണ്ട് സീരിയലിൽ നിന്ന് കണ്ടു. അപ്പോൾ നോക്കിയപ്പോൾ കൃഷ്ണൻ വന്ന് ഇങ്ങനെ കയ്യിൽ നിന്ന് പ്രകാശമൊക്കെ വിട്ട് പാഞ്ചാലിക്ക് ഇതൊക്കെ കൊടുക്കുന്ന കണ്ടു. അങ്ങനെ ഒരു ദൈവത്തെ പുള്ളി കണ്ടിട്ടില്ല. അതും പറഞ്ഞു ഇല്ല. മറ്റേ മലയൊക്കെ ഇങ്ങനെ ചുമന്ന് കൊണ്ട് നടക്കുന്ന കൃഷ്ണനെ, ശിവനെയൊക്കെ പുള്ളി കണ്ടത്. നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ല, ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. പുള്ളി, ഞാൻ പറയുന്നത് മൈത്രേയൻ ബാലരമയൊക്കെ വായിക്കുന്നത് നിർത്തി ഈ മറ്റേ ദൂരദർശൻ കാണൊക്കെ പഴയ ദൂരദർശനിൽ നിന്നൊക്കെ ഇനി പുറത്തേക്ക് ചാടണം, ചാടി ഇപ്പുറത്ത് വരണം. അവൻ എനിക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കല്ലേ ഉണ്ണി തന്നെ. നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചു വിട്ടിരിക്കുന്നത്. പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.